സ്റ്റുഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് മൺഡേത്തേക്കുള്ള അനലൈസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്യാതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനലൈസിസ് എടുക്കാം. നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഈ ഒരു ട്രാങ്കിളാണ്. ബട്ട് ട്രാങ്കിളുടെ ഇൻറ്റേർണൽ മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ മാർക്കറ്റ് നേരെ സ്ട്രേറ്റ് മുകളിലേക്ക് പോയി. ആൻഡ് യെസ്, ഇന്നലെ 2 റെസിസ്റ്റൻസ് സോൺ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 സോണാണ്. ഇൻ കേസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഫോർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. ആൻഡ് പ്രൈസ് മുകളിൽ ഫോർദർ അപ്സൈഡ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ഒരു ഡിസ്കഷൻ, റൈറ്റ്? സോ ഫിഫ്ത്ത് വേവ് ആണെങ്കിൽ ഇത് ഫിഫ്ത്ത് വേവ് ആണ്, ഓൺ ഗോയിങ് ആണ്, നോ ഡൗട്ട്. ഓക്കെ, സോ ഫിഫ്ത്ത് വേവിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ എടുക്കാറുണ്ട് ഇങ്ങനെ. ഓക്കെ, സോ ഫിഫ്ത്ത് വേവ് ഓൺ ഗോയിങ് ആണ്. ആൻഡ് ഇതിൻ്റെ ഫോർദർ റെസിസ്റ്റൻസ് ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് 161.80%. ഓക്കെ, ബാക്കി 100% ആ തേർഡ് വേവിൻ്റെ ഹൈ എന്തായാലും നമ്മുടെ മാർക്ക് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന മുകളിൽ ഒരു ഹേർഡിൽ സോണാണ് ഇവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഇപ്പോൾ പിക്ചറിൽ എന്താ എനിക്ക് കാണുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് വേവിൻ്റെ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്ന ഈ ഒരു വേവിൻ്റെ 1, 2, 3, 4 and 5 ഫിഫ്ത്ത് വേവിൻ്റെ ആ സിംഗിൾ ലെഗിൽ 5 മൂവ്സ് ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട്. 1, 2, 3, 4 or 5. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഇത് 5 കയ്യാറായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ടൈപ്പ് ഓഫ് എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ആൻഡ് ചെയ്യുന്നു എന്ന് പറയാം ഈ ഒരു ഇവിടെ. ബട്ട് ക്ലിയർ ആയിട്ടില്ല, റൈറ്റ്? സോ ഡയഗണൽ പാറ്റേൺ ഫോം ആയാൽ ഓക്കെ, അത്രയും ഗുഡാണ്. ഓക്കെ, സോ മൺഡേ വെയിറ്റ് ചെയ്യുക ഡയഗണൽ പാറ്റേൺ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്താണെങ്കിൽ ഓക്കെ ഫുൾ കൺസോളിഡേഷൻ മൺഡേ ഫ്ലാറ്റ് ഓപ്പണിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ വീണ്ടും റീടെസ്റ്റ് മുകളിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് ഡയഗണൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കും. നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും ഫോർ ഡയഗണൽ പാറ്റേൺ. ഓക്കെ, ഓർ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ചാൻസസ് ഉണ്ട്. ടൈം എടുക്കും, പ്രോപ്പർ ക്ലിയറിറ്റി ഒന്നും കാണുന്നില്ല. ടൈം എടുക്കും. എവിടുന്ന് ഉണ്ടാക്കുന്നത് അതാണ് നമുക്ക് നോക്കാം. ഇതുവരെ ഇതിനകത്ത് ക്ലിയർ ഇല്ല പിക്ചർ. ഇത് കണ്ടോ, ഇതൊരു ഡയഗണലിൻ്റെ ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടോ. സോ ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, ഇത് ഫുൾ 3, 4th ഇവിടെ ടച്ച് ചെയ്തു. സോ മൺഡേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ 5th അവിടെ ടച്ചായി പിന്നെ താഴേക്ക് ഫോൾ വരികയാണെങ്കിൽ പിന്നെ താഴേക്ക് ഫോൾ വരണം. മനസ്സിലായോ? ഇത് 4 ആണെങ്കിൽ 5th മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വരണം. എന്നിട്ടേ ഡയഗണൽ പാറ്റേൺ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത്രയ്ക്ക് ഷാർപ്പ്, ഇത്രയ്ക്ക് ഡീപ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ അതാണ്. പിന്നെ ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ ഇങ്ങനെയാണോ ഫോം ചെയ്യുന്നത് നമുക്കത് നോക്കണം. പിന്നെ സെക്കൻഡ് സിനാറിയോ മേ ബി ഇവിടുന്ന് പക്ഷെ അത് ചാനലാകും. മനസ്സിലായോ? അത് പിന്നെ ചാനലായി പോകും. പിന്നെ 1, 2, 3, 4 ആൻഡ് ദെൻ വീണ്ടും 5. സോ നോക്കണം എങ്ങനെയാണ് മൺഡേ ഫോം ചെയ്യുന്നത്. ബട്ട് ഈവൻ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി മറക്കണ്ട, ഈ താഴത്തെ ഇത് കൂടി. ഐ തിങ്ക് ഫിഫ്ത്ത് വേവ് തന്നെയാണ്. ഫിഫ്ത്തിൻ്റെ ഫുള്ള് മൂവ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഈസി ഫിഫ്ത്ത് വേവ് നമുക്ക് പറയാം. മീൻസ് ഇതിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് 5 അവിടെ വരെ പോയിട്ട് ഗ്യാപ്പ് അപ്പ് ആയാലും കുഴപ്പമില്ല. പക്ഷേ അവിടെ നിന്ന് റിജക്ഷൻ താഴേക്ക് തരണം. അപ്പോൾ നമുക്ക് പറയാമല്ലോ ഇത് ഫോർത്തായി ഫിഫ്ത്ത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ക്ലിയറിറ്റി കിട്ടുള്ളൂ. ഫിഫ്ത്ത് വേവിൻ്റെ ഗ്യാപ്പ് അങ്ങനെയാണ്. ഫിഫ്ത്ത് വേവിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ആക്കി തരും. ഗ്യാപ്പ് ഇപ്പോൾ ഇവിടെ ആയാലും അവിടെ ആയാലും ഇവിടെ ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് പിന്നെ താഴേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്യൂർ ക്ലിയറിറ്റി ആണ്. ദാറ്റ് മീൻസ് റൂൾ ഓഫ് ഇല്ലേറ്റ് വേവ് ഫിഫ്ത്ത് വേവിൻ്റെ എന്ന് പറയാറുണ്ട്. ഗ്യാപ്പ് അപ്പ് ആവണം, ഗ്യാപ്പ് ഫില്ല് ചെയ്യണം, സഡൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ദാറ്റ് മീൻസ് അത് ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആയി ആൻഡ് നെക്സ്റ്റ് ഡിഗ്രി ഫോൾ നമ്മൾ എൻറ്റേർഡ് ചെയ്യും. അങ്ങനെയാണ് റൂൾസ് പറയുന്നത്. ഓക്കെ, ഇല്ലേറ്റ് വേവ് തിയറി ഞാൻ പറയണ ഈ ഒരു തിയറിയുടെ ഒരു റൂൾസ് നിങ്ങൾ ഗൂഗിളിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ബുക്സ് ഉണ്ട് ഇല്ലേറ്റ് വേവിൻ്റെ, അവിടെ സെർച്ച് ചെയ്യാം. വെറുതെ ഇവിടെ ഒന്നും ഞാൻ പറയാറില്ല. സോ ഇതൊക്കെ എല്ലാം പ്രോപ്പർലി ഗൂഗിളിലുണ്ടാകും. ആൻഡ് ബുക്സ് ഉണ്ടാകും. ഇല്ലേറ്റ് വേവിൻ്റെ ഡിഫറെൻറ്റ് ചോയ്സ് ബുക്സ് ഉണ്ട്. അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ റൂൾസ് എല്ലാം പ്രോപ്പർലി ഇവിടെ കിട്ടും. ഓക്കെ, ഫേക്ക് ഒന്നുമില്ല, ടൈം പാസ് ഒന്നുമില്ല. മോസ്റ്റ്ലി മാക്സിമം ഇത് തന്നെയാണ്. ഇല്ലേറ്റ് വേവ് തിയറിയുടെ തന്നെയാണ് ഇതെല്ലാം പാർട്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും കൂടി ഇത് പഠിക്കുക, എവിടെ നിന്ന് വേണമെങ്കിൽ പഠിക്കുക. ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. പക്ഷേ ഇല്ലേറ്റ് വേവ് മസ്റ്റാണ് ഞാൻ പറയുന്നത്. റീസൺ നമുക്ക് ഇതിനകത്ത് എല്ലാം കൂടി കവേർട്ട് ചെയ്യാൻ പറ്റും. പ്രൈസ് ആക്ഷൻ ഇതിനകത്തുണ്ട്, ടൈം വൈസ് വേവ്സ്, പ്രൈസ് ആക്ഷൻ ഒക്കെ എല്ലാം കൂടി ഇല്ലേറ്റ് വേവ് തിയറിയുടെ അകത്തുണ്ട്. ടൈം ആണ് മോസ്റ്റ്ലി അപ്കമിങ് ടൈമിൽ അത് തന്നെയാണ് വരുന്നത്. ടൈംസ് ഓരോരോ ടൈമിൽ എങ്ങനെ എന്തൊക്കെ നടക്കാൻ പോകുന്നത് അത് ഭയങ്കര അപ്കമിങ് ടൈമിൽ ഭയങ്കര ആ ഒരു റൂൾ കൂടും അപ്കമിങ് ടൈമിൽ അത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ,
സോ എനിവേ ഇനി നമുക്ക് വേറെ ഇതിനകത്ത് എനിക്ക് പറയാനില്ല. ഫിഫ്ത്ത് വേവ് പിന്നെ യെസ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മോസ്റ്റ്ലി ഇമ്പൾസീവ് വേവ് ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. റെഗുലർ വ്യൂവേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മസ്റ്റായിട്ട്, നിങ്ങൾക്ക് ഈ ലേണിംഗ് വീഡിയോ ഈ വീക്കെൻഡിൽ വേണോ ഇല്ലെന്ന്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയല്ലോ നമ്മൾ മണ്ടേത്തേക്കുള്ളതാണ്. സോ വീക്കെൻഡിൽ ഞാൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോ വേണമെങ്കിൽ മാക്സിമം 10 കമൻസിൽ വേണം ലേണിംഗ് വീഡിയോസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓർ വെറൈറ്റി വീഡിയോസ് ഞാൻ ഉണ്ടാക്കി ഞാൻ ഷെയർ ചെയ്യുക. എന്താണ് എലിറ്റ് വ്യൂവിൻ്റെ ഡീപ്പ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത് തുടങ്ങാനാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് കോഴ്സ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. മീൻസ് എലിറ്റ് വ്യൂവിൻ്റെ ബേസിക്കിലേക്കേ നമ്മൾ ഇതുവരെ ഉള്ളൂ, കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി ഇത് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിലേക്ക് കിടക്കാം. ബട്ട് അത്രയ്ക്ക് സപ്പോർട്ട് എനിക്ക് കാണുന്നില്ല. സോ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ കമൻറ്റ് എന്തായാലും ചെയ്യാൻ മറക്കണ്ട. ലേണിംഗ് വീഡിയോസ് വേണമെന്നാണ് നെക്സ്റ്റ്. സോ ഈ വീക്കെൻഡിൽ ഡിഫറെൻ്റ് ഒരു ലേണിംഗ് വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് 1, 2, 3, 4 and 5th. അങ്ങനെയാണല്ലോ നമ്മൾ ഓൺ ഗോയിങ് ആണ്, റൈറ്റ്? സോ ഈ 5th എനിക്ക് പറയാനുള്ളത് ഓൾവേസ് ഇമ്പൾസീവ് വേവ് 1, 3 and 5. ഈ വേവ് ആണല്ലോ ഇമ്പൾസീവ് വേവ്. ഏതെങ്കിലും 2 വേവ്സ് എന്തായാലും ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവും വേവിൻ്റെ ലെങ്ത്, റൈറ്റ്? സോ ഫസ്റ്റ് വേവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ തേർഡ് വേവിൻ്റെ ഒപ്പമായിരിക്കും 5th വേവ്. ഓക്കെ, ശ്രദ്ധിക്കുക. അത് നിങ്ങൾ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ മീൻസ് പോയിന്റ് ടു പോയിന്റ് അല്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പിന്നെ 5% ഓവർലാപ്പ് കൂടി ഉണ്ടാവാറുണ്ട്, പക്ഷേ അത് നിസ്സാരേ പറ്റുള്ളൂ, അത്രയൊന്നുമില്ല. 5% ഓവർലാപ്പിന് പറഞ്ഞാൽ മീൻസ് അത് നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ. ഓക്കെ, സോ അവിടെ ടോപ്പായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈസിലി നമുക്ക് സൈൻ കിട്ടും. സോ ഫസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ആവും, ദെൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരും, പിന്നെ തേർഡ് റെഡി ആയിക്കോ. നെക്സ്റ്റ് തേർഡ് ഡിഗ്രിയുടെ ഫോൾ വരുമ്പോഴത്തേക്ക് ഇവിടെ 5th കംപ്ലീറ്റ് ചെയ്യും, ദെൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരും. അത് ABC നേച്ചറിൽ താഴേക്ക് വരും. ഓക്കെ, ന്യൂ സബ്സ്ക്രൈബേഴ്സ്, ന്യൂ മെമ്പേഴ്സ് മസ്റ്റായിട്ട് ABC കറക്ഷൻ പഠിച്ചോ. കാരണം ഇത് കഴിഞ്ഞ് 5th ഇവിടെ തീരുമ്പോൾ തന്നെ ABC ടൈപ്പാണ് പ്രൈസ് പിന്നെ താഴേക്ക് വരാൻ പോകുന്നത്. സോ അത് കറക്ഷൻസ് ആയിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ പിടി കിട്ടത്തില്ല ഈസിലി. സോ ഇൻ കേസ് ഇവിടെ ടോപ്പ് അടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് A, B and പിന്നെ അങ്ങനെ ആയിരിക്കും C ഒക്കെ ഫോൾ. ഓക്കെ, ഇവിടെ വരാണോ എങ്ങനെ അത് നമുക്ക് എപ്പോഴെങ്കിലും നോക്കാം. നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഈസി. സോ അങ്ങനെ ആയിരിക്കും ABCയുടെ നെക്സ്റ്റ് ഫോൾ വരുന്നത്. സോ ABC സ്ട്രക്ചർ മസ്റ്റായിട്ട് പഠിച്ചോളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം, ആ ലിങ്ക് ABC കറക്ഷൻ്റെ. സോ അത് മസ്റ്റായിട്ട് പഠിക്കണം. ഇവിടുന്ന് വരുന്ന ഫോൾ അത് ABC കറക്ഷനിലേക്ക് താഴേക്ക് വരും. പിന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് തേർഡ്, അത് സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ തേർഡിൻ്റെ മേജർ റാലി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ആ ഒരു സിനാരിയോയിൽ ഇതിൻ്റെ ഈ സെക്കൻഡ് വേവിടെ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ നമുക്കിപ്പോൾ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ എന്തായാലും മണ്ടേത്തേക്ക് നമുക്ക് ഇതാണ് നോക്കണം. ടോപ്പായി കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ഫൈൻഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡിൻ്റെ ഹൈ ഏതാണ്? ഇതാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു സൈനാണ്. ദാറ്റ് മീൻസ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായി എന്ന് പറയാം. ഓക്കെ, ഡൗൺ ട്രെൻഡ് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ആവില്ല, എയുടെ ഫോൾ വരും, അത് ചിലപ്പോൾ ചെറുതാവും, അത് ഹ്യൂജ് ആവും, ദെൻ ബിയുടെ ബൗൺസ്, ദെൻ സിയുടെ ഫോൾ. ശ്രദ്ധിച്ചു, ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എലിറ്റ് വ്യൂ തിയറി. എന്ത് പറഞ്ഞു തരും? പ്രൈസ് ആക്ഷൻ പറഞ്ഞു തരുന്നത് എന്താണ്? ഹയർ ഹൈ ആയിട്ടാണ് പ്രൈസ് ആക്ഷൻ പോകുന്നത്. ബട്ട് എലിറ്റ് വ്യൂ തിയറി എന്ത് പറഞ്ഞു തരും? 5 മൂവ്സ് ഉള്ളൂ, ഹയർ ഹൈ ആയിട്ട് 5 മൂവ്സ് ഉള്ളൂ. ഓക്കെ, റെയറാണ് ട്രെൻഡിങ് നേച്ചറിൽ. ഇപ്പോൾ ഇത് ട്രെൻഡിങ് നേച്ചറാണ്, 5 മൂവ്സ് ഹയർ ഹൈ ഉള്ളൂ, പിന്നെ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കി ടോപ്പ് ഔട്ടായി. ഓക്കെ, അതാണ് നമ്മുടെ എലിറ്റ് വേവ് തിയറി പറഞ്ഞു തരുന്നത്. ദാറ്റ് മീൻസ് 5 വേവ് ആയി ടോപ്പ് ഔട്ടിൻ്റെ സിഗ്നൽ എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടാക്കും. ഈസിലി ക്ലിയർ പ്രോപ്പർലി ഒരു മാർക്കറ്റിൽ അത് നമുക്ക് കാണാൻ പറ്റും, എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ആവുന്നുണ്ടോ. ഓക്കെ, സോ മസ്റ്റായിട്ട് എലിറ്റ് വേവ് തിയറി പഠിക്കുക. എൻ്റെ ഒരു ലൈഫിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. എലിറ്റ് വ്യൂ തിയറിയുടെ പ്രോപ്പർ ക്ലാസ്സസ് അതെല്ലാവരും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രോപ്പർലി അപ്കമിങ് ടൈമിൽ ഓരോരോ വീഡിയോ ഡിഫറെൻറ്റ് ടൈപ്പ് വീഡിയോ പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നടക്കാം. ബാങ്ക് നിഫ്റ്റി ബ്രേക്കൗട്ടായി ആ ഒരു ചാനലിൽ. ഓക്കെ, സോ ഇത് 1, 2, ഇത് ഫുൾ 3, ഇത് എക്സാക്ട്ലി പിൻ പോയിൻറ്റ് എക്സാക്ട്ലി ഇവിടുത്തെ നിൽക്കണ്ട. ഇത് ബ്രേക്ക് ആയിട്ടില്ല, സപ്പോർട്ട് എടുത്ത് വീണ്ടും 5th എൻറ്റേർഡ് ആയി. ഓക്കെ, സോ ഇതാണ് ബാങ്ക് നിഫ്റ്റി പോയത്. ബാങ്ക് നിഫ്റ്റി എങ്ങനെ 1, 2, ഇത് 3, ഇത് 4 and 5th അങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി നമ്മൾ കൗണ്ട് ചെയ്തത്. ഓക്കെ, ഇവിടുത്തെ സപ്പോർട്ട് എടുത്തു. ആൻഡ് 5th എത്ര ലെഗ് ഉണ്ടാവും? 1, 2, 3, 4 and 5. ഓക്കെ, ഇതിനകത്തും 5 മൂവ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് ആൻഡ് ടാർഗറ്റ് നോക്കിയെടുത്തോളൂ.
നമുക്ക് നോക്കാം. അതെ, ഫിഫ്ത്ത് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കാം. ഡിഫറെൻറ്റ് വേവ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഫിബൊനാച്ചിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഓഫ് ഓൾ ആൻഡ് നമ്മുടെ ഫോർത്തിൻ്റെ ആൻഡ് ഫിഫ്ത്തിൻ്റെ ആണ് നമ്മൾ എക്സ്റ്റൻഷൻ. ഓക്കെ, സോറി, നോർമൽ ഫിബൊനാച്ചിയെ യൂസ് ചെയ്യാറുള്ളൂ. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മുടെ എലിറ്റ് വേവിൻ്റെ റൂൾസ് മസ്റ്റായിട്ട് ആ വേവ് തിയറി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തേക്കാം. ആ പിൻ ചെയ്തേക്കാം ആ കമൻറ്റ്, അതിൻ്റെ ആ ലിങ്ക്. സോ നിങ്ങൾക്ക് അത് പ്രോപ്പർലി ഏത് വേവിൽ എങ്ങനത്തെ ഫിബൊനാച്ചി യൂസ് ചെയ്യേണ്ടതാണ് അത് അതിനകത്ത് പ്രോപ്പർലി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കൂടി മസ്റ്റായിട്ട് കാണണം. ഓക്കെ, സോ നെക്സ്റ്റ് ഇതാണ് ഫിഫ്ത്ത് വേവിൻ്റെ ടാർഗറ്റ്സ് ആണ്. 1 2 3 4 5 ഓൺ ഗോയിങ് ആണ്. 127% ബ്രീച്ച് ചെയ്തു ഓൾറെഡി. സോ നെക്സ്റ്റ് 141.40% ആൻഡ് 161.80%. സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് മൺഡേ ഐ തിങ്ക് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നോ വറി, അവിടെ ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോയെന്നില്ല എന്ന് നോക്കണം. എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആൻഡ് താഴേക്ക് വരുമ്പോൾ ABC ആയിട്ട് താഴേക്ക് ഫോൾ വരുന്നുണ്ടോ എന്ന് ഇല്ല എന്ന് നോക്കണം. എന്നിട്ടേ നമ്മുടെ ഡൗൺ സൈഡിലേക്ക് ഇരിക്കാവുള്ളൂ. ചാടി ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണ്, സപ്പോസ് മൺഡേ ഗ്യാപ്പ് ഡൗൺ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാണ്. സോ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആയി, നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയി. സോ ഗ്യാപ്പ് ഡൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയാം, 5 ഇവിടെ തീർന്നു, Aയുടെ ഫോളാണ്, പിന്നെ Bയുടെ ബൗൺസ് വരും, പിന്നെ C സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ C സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓർ സിംഗിൾ ലെഗിലാണ് വരുന്നത്. 1 മിനിറ്റ് ടൈം ഫ്രെയിം വരിക, അവർ നോക്കണം 1 2 3 4 5 അല്ലെങ്കിൽ 1 2 3 3 മൂവ്സ് മിനിമം കിട്ടണമല്ലോ എയുടെ ഫോളാണെങ്കിൽ. ഓക്കെ, പിന്നെ Bയുടെ ബൗൺസ് വരും, പിന്നെയാണ് Cയുടെ ഫോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണ് ABC സ്ട്രക്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് സപ്പോർട്ട് നമ്മൾ ഇതാണ്. ഓക്കെ, ഈ സപ്പോർട്ടാണ് നമ്മുടെ ഇത് തേർഡ് വേവിൻ്റെ ഹൈ. ഓക്കെ, സോ ഇതിനകത്ത് എത്ര ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ഡയഗണൽ പാറ്റേൺസ്? ഇതിനകത്ത് ഇപ്പോൾ ഇനി ഒന്നുമില്ല, ഇതിനകത്തൊന്നും കാണുന്നില്ല. ഓക്കെ, ഇതിനകത്ത് എത്ര ഉള്ളൂ? ഇനി സെൻസെക്സിൽ പോകാം നമുക്ക്. സെൻസെക്സ് ഒക്കെ എല്ലാ ഇൻഡെക്സസ് ഓൾമോസ്റ്റ് എല്ലാം ഒരുമിച്ചാണ്. 1 2 3 4 5. ഓക്കെ, അതെ, സൈൻ ഓഫ് ഇങ്ങനത്തെ ഇതിനുണ്ടല്ലോ, ഭയങ്കര ട്രാപ്പാണ്. ഇവിടെ പ്രോപ്പർലി ഫോർത്തിൻ്റെ കൺസോളിഡേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു മൂവ്സ് നമുക്ക് കിട്ടിയാണ്. പക്ഷേ ഇതൊരു ട്രാപ്പി മൂവാണ്. കണ്ടിട്ടുണ്ടല്ലോ മാർക്കറ്റ് എന്ത് മോശമായി. ഇന്നും പ്രോപ്പർലി മൂവ് എക്സാക്ട്ലി ഒന്നും കിട്ടില്ല, സ്കാൽപ്പേ മാത്രമേ കിട്ടിയുള്ളൂ. ഭയങ്കര ട്രാപ്പായിരുന്നു. ഓവറോൾ എല്ലാവരും കൂടി ട്രാപ്പായിരുന്നു. സോ അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു വീക്ക്നെസ്. ദാറ്റ് മീൻസ് ഈസിലി നമുക്കൊന്നും കിട്ടത്തില്ല. ഓപ്ഷൻ ബയർസ് ആയിട്ട് നമുക്ക് ഒന്നും കിട്ടത്തില്ല. റീറ്റെയിലേഴ്സിനെ അവരുടെ രീതിക്ക് പൈസ ബുള്ളിഷാണ്. ഓക്കെ, പക്ഷേ എവിടെ എന്താ കിട്ടിയ സ്കാൽപ്പ് മാത്രം മേടിച്ച് മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. കൂടുതൽ നമ്മൾ എന്തെങ്കിലും കൈ ഇട്ട് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും പണിയാണ്. സോ അത്രേ ഉള്ളൂ. ഇനി സെൻസെക്സിൻ്റെ ലെവൽ വേഗം നമുക്ക് ലെവൽ മാർക്ക് ചെയ്തേക്കാം. യെസ്, ഇതാണ് സെൻസെക്സ്. 161.80%, 140 ഓൾറെഡി ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. സോ 161.80%. ഓക്കെ, ഇതിൻ്റെ അബവ് ഇൻ കേസ് പോവുകയാണെങ്കിൽ മൺഡേ, സോ വെയിറ്റ് ചെയ്യുക. പ്രൈസ് ആക്ഷൻ, എൻഡിങ് ആൽ പാറ്റേൺസ് അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രമേ കൈയിടുക. അല്ലെങ്കിൽ മോഡിലേക്ക് ചെയ്യാനാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക. ഓക്കെ, സ്കാൽപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. മിഡ് ക്യാപ് സെലക്ട്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, അതും അങ്ങനെ തന്നെ 1 2 3 4 5. ഓക്കെ, ഡിലീറ്റ്, ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. വേറെ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നില്ല നമുക്ക്. തേർഡ് വേവിൻ്റെ ഹൈ സപ്പോർട്ടാക്കി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇതാണ് തേർഡ് വേവിൻ്റെ ഹൈ. സോ ഇത്ര നല്ല റാലി ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രാബ് ചെയ്തത്. അറിയോ, നല്ല ഒരു റാലി നമ്മൾ ക്യാപ്ചർ ചെയ്തതാണ് ഓൾ ഇൻഡെക്സിൽ. ഇവിടുന്ന് സപ്പോർട്ട് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു തന്നെ മാർക്കറ്റ് സൂപ്പറായിട്ട് കയറി. ബട്ട് ഓപ്ഷൻ ബയേഴ്സ് ട്രാപ്പ് ചെയ്തിട്ടാണ് പോയത്. സോ ഇനി എന്താണ് നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ്? ഫസ്റ്റ് മിഡ് ക്യാപ് സെലക്റ്റിലാണെങ്കിൽ ഇതിൻ്റെ ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, സപ്പോർട്ടാണ് ഇത്, ഫോർത്തിൻ്റെ ലോ. ആൻഡ് ദെൻ പിന്നെയാണ് നമുക്ക് ഇനി എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ട് നോക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് മുകളിൽ കയറി ഇരിക്കുക. സോ ഓൾറെഡി അതിന് അബവാണ്. ഓക്കെ, 261.80%, ഒത്തിരി ലെവൽസ് മുകളിലേക്ക് ഉണ്ട്. സോ ഇൻ കേസ് അങ്ങനെ പ്രൈസ് ഇതിൻ്റെ ഇന്നത്തെ ഡേ ഹൈ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ
നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ എന്ത് ചെയ്യുന്നു നോക്കാവുള്ളൂ. ഓക്കെ, വേറെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സോ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.